സർ, വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ സ്വാധീന മേഖലയിലുള്ള സാമ്പത്തിക വികസനം. സർ, കേരള സംസ്ഥാനത്ത് ആകെ 1800 കിലോമീറ്ററോളം നീളത്തിലുള്ള ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗങ്ങളുണ്ട്. ഇതിൽ നാഡീരേഖയായി വർത്തിക്കുന്നതാണ് കോവളം നീലേശ്വരം വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഉൾനാടൻ ജലപാതകളിലൂടെ വിനോദസഞ്ചാരം, ജലഗതാഗതം, ചരക്ക് നീക്കം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി കോവളത്തിനും ബേക്കലിനും ഇടയിലുള്ള ഉൾനാടൻ ജലപാതയുടെ സമ്പൂർണ്ണമായ പുനരുജ്ജീവനവും വികസനവും സർക്കാർ ലക്ഷ്യമിടുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം 2026 പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു. വലിയ നിക്ഷേപങ്ങൾ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളായി കിഫ്ബി 500 കോടി രൂപ ഈ വർഷം മാറ്റിവെക്കും. സർ, ആദ്യഘട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ ആക്കുളം കൊല്ലം റീച്ചിൻ്റെ സ്വാധീന മേഖലയിൽ വരുന്ന 15.115 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം, വ്യത്യസ്ത വിനോദസഞ്ചാര ഉൽപ്പന്നങ്ങൾ, സംയോജിത മത്സ്യപ്പാർക്ക്, കായൽ വിനോദസഞ്ചാരം, ബോട്ട് നിർമ്മാണ റിപ്പയർ യൂണിറ്റ് എന്നിങ്ങനെ 5 വികസന മേഖലകൾ സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. മണ്ണാറം പാറ കല്ലായി റീച്ച് പ്രദേശത്തെ 17.56 ഹെക്ടർ സ്ഥലം വികസന മേഖല സൃഷ്ടിക്കുന്നതിനായി ഏറ്റെടുക്കും.